വയനാട് സുഗന്ധഗിരിയിലെ മരം മുറി വനം വകുപ്പ് ജീവനക്കാരുടെ ഒത്താശയോടെയാണെന്ന് ഫോറസ്റ്റ് വിജിലൻസ് ഇന്റലിജൻസ് റിപ്പോർട്ട്. DFO ഷജ്ന കരീം ഗുരുതര കൃത്യവിലോപം നടത്തി. DFO ഗൗരവം കാണിക്കാത്തതിനാൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷവും വ്യാപക മരംമുറി നടന്നെന്നും 17 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വനം വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സുഗന്ധഗിരിയിൽ നടന്നത് വനം വകുപ്പ് ജീവനക്കാരുടെ ഒത്താശയോടെയുള്ള വനം കൊള്ളയാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഫോറൻസിക് വിജിലൻസ് ആൻഡ് ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ഡോക്ടർ L. ചന്ദ്രശേഖരൻ IFS കൈമാറിയ റിപ്പോർട്ടിൽ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് മരം കൊള്ള നടന്നതെന്ന് വ്യക്തമാക്കുന്നു. സുഗന്ധഗിരിയിലേത് ഇപ്പോഴും വനഭൂമിയാണ്, ആദിവാസികൾക്ക് പതിച്ചു നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മരമുറി പൂർണ്ണമായും അനധികൃതമാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. DFO ഷജ്നയടക്കം 17 ഉദ്യോഗസ്ഥർ സംഭവത്തിൽ കുറ്റക്കാരാണ്. ഫോറസ്റ്റ് വാച്ചറായ ജോൺസൺ 52,000 രൂപ കൈക്കൂലി വാങ്ങി. ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് പറഞ്ഞ് 20 മരം മുറിക്കാനാണ് അനുമതിയെങ്കിലും ഇതിൽ വെറും 3 മരങ്ങളാണ് ഭീഷണിയായുള്ളതെന്നും റിപ്പോർട്ട് പറയുന്നു. 20 മരങ്ങളുടെ മറവിൽ 107 മരം മുറിച്ചു കടത്തി. ഓഫീസിലിരുന്ന് പരിശോധിക്കാതെയാണ് മഹസർ തയ്യാറാക്കിയത്. സുഗന്ധഗിരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും വരദൂരിലേക്കും വൈത്തിരിയിലേക്കും മരം പോയി. ഉദ്യോഗസ്ഥർ അനധികൃതമായി നൽകിയ പാസിൽ സർക്കാർ മുദ്ര പോലും പതിച്ചില്ല. DFO ഷജ്ന ഫീൽഡ് പരിശോധന നടത്തിയില്ല. കേസെടുത്ത ശേഷവും പരിശോധന നടത്താത്തതിനാൽ കൂടുതൽ മരങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായി. റേഞ്ച് ഓഫീസർ നീതുവും ഗുരുതര കുറ്റം ചെയ്തു. അനധികൃത മരമുറി കണ്ടെത്തുന്നതിൽ ഇരുവരും പരാജയമാണെന്നും റിപ്പോർട്ട് പറയുന്നു. ഫ്ലൈയിങ് സ്ക്വാഡ് പൂർണ്ണ പരാജയമാണ്. പ്രതി ചേർത്ത കൈവശക്കാരെ സാക്ഷികളാക്കണമെന്നും ഫോറസ്റ്റ് വാച്ചർ ജോൺസനെ പ്രതി ചേർത്ത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ട് പറയുന്നു. ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞ് മരം മുറിക്കാൻ അനുമതി കൊടുക്കുക, ആ അനുമതിയുടെ മറവിൽ തോന്നിയതുപോലെ മരം വനത്തിൽ നിന്ന് മുറിച്ചു കടത്തുക, ഒടുവിൽ DFO ഗുരുതര കുറ്റം ചെയ്തെന്ന കണ്ടെത്തലിൽ സസ്പെൻഷന് ഉത്തരവിടുക, അത് സർക്കാർ തന്നെ പിൻവലിക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മുടെ സർക്കാരിനും വനം വകുപ്പിനും നമ്മുടെ വനം സംരക്ഷിക്കാൻ കഴിയുക? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.